ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹോം ടൂർ ആയിട്ടാണ്. നമ്മുടെ പ്രശാന്തേട്ടൻ സ്വസ്തി കൺസ്ട്രക്ഷന്റെ കീഴിൽ പണിത പുതിയൊരു വീടിന്റെ ഹോം ടൂർ. ഇത് അശ്വതി സൂരജ് ദമ്പതിമാരുടെ ഓംകാരം എന്ന് പറയുന്ന വീടാണ്. അപ്പൊ നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് കോമ്പൗണ്ട് വാളും ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗേറ്റ് വരുന്നത് ഒരു ഫോൾഡിംഗ് ആയിട്ടുള്ള ഗേറ്റ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെ മടക്കി മടക്കി വെക്കാവുന്നതാണ്. ഇവിടുത്തെ സ്പേസിന്റെ ഒരു ലിമിറ്റേഷൻ കാരണമാണ് നമ്മൾ ഇങ്ങനെ ഫോൾഡിംഗ് ആയിട്ടുള്ള ഒരു ഗേറ്റ് ചെയ്തത്. അതല്ലാതെ ഒരു പോക്കറ്റ് ഗേറ്റ് വേറെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട് വാള് ചെയ്തിരിക്കുന്നത് ക്ലാഡിങ് കൊടുത്തിട്ടാണ്. നാച്ചുറൽ സ്റ്റോൺ ആയിട്ടുള്ള വെട്ടുകല്ലിന്റെ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുറത്തു നിന്നുള്ള വ്യൂ ട്ടാ. അപ്പൊ നമുക്ക് അകത്തേക്ക് കയറാം. ലാൻഡ്സ്കേപ്പിങ്ങിന് ഒരുപാട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റോൺ വിരിച്ചിട്ടാണ് മുറ്റം ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോൺ വരുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്, കരിങ്കല്ലാണ് കേട്ടോ, വൈറ്റ് കളറിലുള്ള കരിങ്കല്ല്. 10 സെന്റ് വരുന്ന ഈ പ്ലോട്ടില് 2500 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി തീർത്തിരിക്കുന്നത്. ഡബിൾ സ്റ്റോറി ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ചെടികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും സുഖമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചെടികളാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കലാത്തിയ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഫിംഗർ പാമാണ് കൊടുത്തിരിക്കുന്നത്, ഫൈക്കസും ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചൈന ഡോളും ചെയ്യാം. ചൈന ഡോളാണ് ആ മുകളിൽ കാണുന്നത്. എപ്പോഴും നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വ്യൂ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് നാച്ചുറൽ സ്റ്റോണിന്റെ ക്ലാഡിങ്ങും അതുപോലെ തന്നെ കുറച്ചധികം ഗ്രീനറി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യൂ എന്തായാലും ഗംഭീരാവും കേട്ടോ. കൂട്ടത്തില് ഈ സിറ്റ് ഔട്ടിന്റെ വാളും അതുപോലെ തന്നെ മതിലിലും നമ്മള് വെട്ടുകല്ലിന്റെ ക്ലാഡിങ് കൊടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാള് നമ്മള് ക്ലാഡിങ്ങിനോടൊപ്പം തന്നെ ഒരു റൗണ്ട് വിൻഡോ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നത് WPCയിലാണ് കേട്ടോ. സിറ്റ് ഔട്ടിന്റെ ഈ ഒരു വാള് നമ്മൾ വെട്ടുകല്ലിന്റെ ക്ലാഡിംഗ് ആണ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് തന്നെ ഷൂ മാക്സിന്റെ ഒരു ഷൂ റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ അടച്ചും തുറന്നും വെക്കാം. പോരാത്തതിന് ലോക്ക് ചെയ്ത് വെക്കാനുള്ള സിസ്റ്റം ഉണ്ട് കേട്ടോ. ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നമ്മൾ ഇവിടെ കുറച്ച് നാച്ചുറൽ സ്റ്റോണുകൾ ഉപയോഗിച്ച് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ കിണറിന്റെ ക്ലാഡിങ്. ഇതൊരു കരിങ്കല്ലിന്റെ ക്ലാഡിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു റൂമിന്റെ വാള് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെയും നമ്മൾ ക്ലാഡിംഗ് സ്റ്റോൺ ആയിട്ടുള്ള കരിങ്കല്ല് കൊടുത്തിട്ടുണ്ട്. സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫോൾഡിംഗ് ആയിട്ടുള്ള ഗേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മള് വേറൊരു പോക്കറ്റ് ഗേറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഡോർ വന്നിരിക്കുന്നത് ടീക്ക് വുഡിലാണ്. ബ്ലാക്ക് പാറ്റേണൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ തന്നെ വലിയൊരു ഹാൻഡിലാണ് കേട്ടോ അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ഡോർ തുറന്ന് ഉള്ളിലേക്ക് പോയാലോ. മെയിൻ ഡോറ് കടന്ന് നമ്മൾ വരുന്നത് ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ നമ്മൾ നല്ല രസമായിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. TV യൂണിറ്റ് നമ്മൾ സെറ്റ് ആക്കിയേക്കുന്നത് WPCയും മൈക്ക ലാമിനേഷനും യൂസ് ചെയ്തിട്ടാണ്.
അതിൽ തന്നെ നമ്മൾ ഓപ്പൺ ആയിട്ട് കുറച്ച് ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്, ക്ലോസ്ഡ് ആയിട്ടും കുറച്ച് ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു കോർണർ സെറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ടീ ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഷ്യൻസ് യെല്ലോയും ക്രീമും കോമ്പിനേഷനിലാണ് വരുന്നത്. 2 വിൻഡോസ് ആണ് ഇവിടെ വരുന്നത്. അതിന് നമ്മൾ ഗ്രെയിൻസ് കൊടുത്തിട്ടുണ്ട്. അതും ഈ കളറിനോട് മാച്ചിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ലിവിംഗ് റൂമിന്റെ സീലിംഗ് ചെയ്തിരിക്കുന്നത് ജിപ്സം ആണ്. അതിൽ നമ്മളൊരു റൗണ്ട് ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. അതിൽ വുഡൻ കളറിൽ വരച്ച് ഒരു വുഡൻ ടച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ലിവിംഗ് റൂമിൽ നമ്മൾ നേരെ ചെല്ലുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ. 6 സീറ്റർ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. ഇതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് നമ്മൾ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് മരത്തിന്റെ ഡിസൈൻ വരുന്ന ടൈലുകൾ, അതായത് വുഡൻ ടച്ചിലുള്ള ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വലിയ മിററും കുറച്ച് ചെടികളൊക്കെ കൊടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റെയർ ആണ് വരുന്നത്. സ്റ്റെയർ ഏരിയയുടെ താഴേക്ക് നമുക്ക് 1 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇവിടെ നമ്മുടെ പൂജാ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പണ്ടേ തൊട്ട് പൂജാമുറി എന്നുള്ള കൺസെപ്റ്റ് ഒരു അടച്ചിട്ട മുറിയാണ് അല്ലെ. പക്ഷെ ഇപ്പോഴുള്ള എല്ലാ വീടുകളിലും ട്രെൻഡിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരു പൂജാ യൂണിറ്റ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. അതാവുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരുപാട് സ്പേസ് എടുക്കാതെ ചെറിയ രീതിയിൽ ചെറിയ സ്പേസ് കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പൂജാ യൂണിറ്റിന്റെ മെറ്റീരിയൽ വരുന്നത് WPC മൾട്ടിവുഡ് മൈക്ക ലാമിനേഷൻ ആണ്. അതിൽ കുറച്ച് CNC കട്ടിങ്ങില് ഒരു റൂമിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പൂജാ യൂണിറ്റിന്റെ ഫ്രണ്ടിലെ ആ താഴ്ത്തി കൊടുത്തിരിക്കുന്ന ഭാഗം മാത്രം നമ്മൾ ടൈലൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വുഡൻ ടൈലുകൾ കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയനും പൂജാ യൂണിറ്റിനും തമ്മിൽ വേർതിരിക്കുന്ന രീതിയിൽ മുകളിലായിട്ട് സീലിംഗിൽ നമ്മൾ ഇതുപോലെ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷോലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൂജാ യൂണിറ്റിന്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് ELCB വരുന്നത്. ആ ELCB കാണാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു ഡിസൈൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ വുഡൻ കളറിൽ വരുന്ന ലൂവറിന്റെ ഷീറ്റുകളാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്പേസ് ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട് കേട്ടോ. എന്റെ ഈ വീട്ടിലെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് ഇതാണ്. വേറൊന്നുമല്ല, നമ്മുടെ കിച്ചൺ. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വുഡൻ ടച്ചിൽ കുറച്ച് പാനലിങ്ങും ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഒരു ഷോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കിച്ചന്റെ ഉൾഭാഗം കണ്ടാലോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇത്രയും ഹൈറ്റിലാണല്ലോ വരുന്നത്. ഇതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. കിച്ചന്റെ കൗണ്ടർ ടോപ്പും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ ഈ ഒരു കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഒരേ മെറ്റീരിയൽ ആണ്. നാനോ വൈറ്റ് അല്ലാത്ത വൈറ്റ് കളർ ടൈലാണ്. ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ചെറിയ ഡോട്ട് ഡിസൈൻ ഒക്കെ ഉള്ള ടൈലാണ്. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ്, കിച്ചന്റെ കൗണ്ടർ ടോപ്പ് ഒരു എൽ ഷേപ്പിലാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഇതൊരു ഓപ്പൺ കിച്ചൺ സെറ്റപ്പ് ആണല്ലോ. ഇവർക്ക് വർക്കിംഗ് കിച്ചൺ ഓൾറെഡി വേറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 3 ബർണർ സ്റ്റവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ക് ഒക്കെ കൊടുത്ത് 2 ടാപ്പ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ കബോർഡുകൾ നമ്മൾ ചെയ്തിരിക്കുന്നത് WPC മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ടാണ്. ഡോറുകൾ നമ്മൾ മൈക്ക ലാമിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. 2 കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഗ്രേയും വുഡൻ കളറും സെയിം. ആ ഗ്രീനും ഗ്രേയും മിക്സ് ആയിട്ടുള്ള കളറാണ് താഴെയുള്ള കബോർഡുകളെല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടാ.
ഈ സൈഡിലായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡോറ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇപ്പുറത്ത് നമ്മൾ ഫ്രിഡ്ജ് ഇടാനായിട്ട് ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ വരുന്നത്. ഇതിന്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. പിന്നെ ഈ കബോർഡുകളെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഒരു മിനിമൽ ആയിട്ടുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് കേട്ടോ ഇതും. ഈ രണ്ട് കിച്ചണും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഡോറ് സ്റ്റീലിന്റെ ഡോറാണ് കേട്ടോ. ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് വുഡൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ വുഡൻ ആൻഡ് വൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ക്ലാസ് ലുക്ക് തരുന്ന ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ നിങ്ങളും വീടൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വുഡൻ കളർ തന്നെയല്ല, വുഡനിൽ നല്ല ഡാർക്ക് കളറും ലൈറ്റ് ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. അതും ഓഫ് വൈറ്റ് ഒക്കെ ആയിട്ട് നന്നായി ചേർന്ന് പോകും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീടിനൊരു വൺ സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും കേട്ടോ. എല്ലാ റൂമുകളുടെയും ഡോറ് നമ്മൾ ചെയ്തിരിക്കുന്നത് FRP ഡോറുകളാണ്. അത് ഇങ്ങനെ തന്നെ ഡിസൈൻ ചെയ്ത് വരുന്നതാണ്, കട്ടിളയും ഡോറും കൂടിയിട്ട് കേട്ടാ. അപ്പൊ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കാണാം. മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് 12x12 അത്യാവശ്യം സ്പേസ് ഒക്കെ കിട്ടുന്ന ഒരു റേഞ്ച് ആണ് അത്. അപ്പൊ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കാര്യമായിട്ട് കാണാം. ഈ ഒരു വാളില് നമ്മൾ ഈ വാള് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു റൗണ്ട് ഫ്രെയിം കൊടുത്തിട്ട് ഉള്ളിൽ സാധാരണ ഒരു വാൾപേപ്പർ ആണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ അതാ ബെഡ് കോട്ട് വരുന്നത് ഇങ്ങനെയാണ്. ബെഡ് കോട്ടിന്റെ രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കിങ് സൈസ് ഒക്കെ വരും കേട്ടോ ബെഡ്. ബെഡ് കോട്ടിന്റെ ബാക്ക് സൈഡ് വരുന്ന വാള് നമ്മള് ടെക്സ്ചർ പെയിന്റ് കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വാള് മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ പ്ലെയിൻ വൈറ്റ് തന്നെയാണ് പെയിന്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ഈ വിൻഡോ നമ്മൾ ബേ വിൻഡോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ഇരിക്കാനൊക്കെ ടൈലിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഓപ്പണും ക്ലോസും ആയിട്ടുള്ള ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ വിൻഡോസും ബ്ലൈൻഡ്സ് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും വീട് പണിയുമ്പോ അതില് റൂമില് ബേ വിൻഡോ ഉൾക്കൊള്ളിക്കാൻ നോക്കണം കേട്ടാ. ഈ ഒരു ബേ വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഡ്രസ്സുകൾ അയൺ ചെയ്യാനായിക്കോട്ടെ, കുട്ടികൾക്ക് പഠിക്കാനായിക്കോട്ടെ, വായിക്കുന്ന ആൾക്കാർക്ക് ഇരുന്ന് വായിക്കാനോ പടം വരയ്ക്കാനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടാ. ഇനിയിപ്പോ കുറെ ആൾക്കാർ വീട്ടിലേക്ക് നിൽക്കാൻ വരുമ്പോ കിടക്കാനാണെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയ എടുക്കാൻ പറ്റും. ബെഡ് കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫുൾ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മിറർ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ലൈറ്റിങ്ങിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ഒരു വാം ടോണിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ റൂമിൽ. പിന്നെ ഈ മിറർ യൂണിറ്റിന്റെ കൂടെ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന വാർഡ്രോബുകൾ. ഈ റൂമിലെ വാർഡ്രോബ് വരുന്നത് ബെഡ് കോട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. മെറ്റീരിയൽ എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിവുഡും മൈക്ക ലാമിനേഷനും ഒക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. സീലിംഗ് നമ്മൾ ചെയ്തിരിക്കുന്നത് ജിപ്സം തന്നെയാണ്. വുഡൻ കളറിന് വേണ്ടിയിട്ട് ആ ഒരു കളറിൽ വരച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ വുഡിന്റെ ഡിസൈൻസ് ഒക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം കാണാം. ഇവിടെയും FRP ഡോറുകൾ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് 14x12 ഇതില് വാക്കിംഗ് വാർഡ്രോബ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബും വാഷ്റൂമും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഏരിയയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്.
വാർഡ്രോബ് ഏരിയയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ നടുക്കായിട്ട് തന്നെ ഒരു ബെഡ് കോട്ടും 2 സൈഡിലും സൈഡ് ടേബിൾസും ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. മിറർ യൂണിറ്റിനോട് ചേർന്നുള്ള വിൻഡോ നമ്മൾ ബേ വിൻഡോ ചെയ്തിട്ടുണ്ട് കേട്ടാ. നമ്മൾ അവിടത്തെ ബേ വിൻഡോ പോലെ തന്നെ, പക്ഷെ ഇത് ഇത്തിരി കൂടി ചെറുതാണ്. അത് ഈ ഒരു വാള് ഫുൾ ആയിട്ടാണ് ചെയ്തത്. ഇത് ഈ വിൻഡോയുടെ സൈഡ് മാത്രം വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ടൈലൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബ്ലൈൻഡ്സ് ഒക്കെ സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടാ. നമ്മുടെ ബെഡ് കോട്ടിന്റെ ബാക്ക് സൈഡിലുള്ള വാളൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. അവിടത്തെ കളർ അല്ല, ഒന്ന് വ്യത്യാസപ്പെടുത്തി ഗ്രേ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ സീലിംഗ് നമ്മള് ജിപ്സം സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടാ. സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ വാളിലോട്ട് പോവാണെങ്കിൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു ചെറിയ വാൾപേപ്പർ കൊടുത്ത് അതിനൊരു ഫ്രെയിം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ റൂമിന്റെ ഒരു സ്പെഷ്യാലിറ്റീസ് വരുന്നത്. നമ്മൾ കണ്ട മാസ്റ്റർ ബെഡ്റൂമില് വാം തീമാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റ് കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റ് കൊടുക്കുന്ന ഷോ ലൈറ്റ്സ് 2-3 കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടാ. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെളിച്ചം കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് 2 ബെഡ്റൂം, 2 അടുക്കള, അതായത് ഓപ്പൺ കിച്ചൺ, സാധാരണ വർക്കിംഗ് കിച്ചൺ, പിന്നെ ഈ ഡൈനിങ് ഏരിയ, പൂജ യൂണിറ്റ്, സ്റ്റെയർ ഏരിയ, ലിവിംഗ് റൂം, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് കേട്ടാ. ഇനി ഇതിന്റെ സെക്കൻഡ് ഫ്ലോറിൽ 2 റൂമുകളും പിന്നെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ടൊരു ഏരിയ ഉണ്ട്. അത് നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല, ടെറസ് ആണ്. നമ്മളൊരു വീട് പണിയുന്നത് ചെറിയ സ്ക്വയർ ഫീറ്റിലാണെങ്കിലും വലിയ സ്ക്വയർ ഫീറ്റിലാണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തോന്നിപ്പിക്കാനായിട്ട് ചില ഘടകങ്ങൾ നിങ്ങളെ സഹായിക്കൂട്ടാ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഡബിൾ ഹൈറ്റ് ഒരു ഘടകമാണ്. ഏത് വീട്ടിലാണെങ്കിലും ഏതെങ്കിലും ഒരു ഏരിയ, ലിവിംഗ് റൂമോ ഡൈനിങ്ങോ ഏതെങ്കിലും ഡബിൾ ഹൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സ്പേഷ്യസ് ആയിട്ട് തോന്നിപ്പിക്കും. പിന്നെ ഓപ്പൺ കിച്ചണും നമ്മുടെ ഡൈനിങ് റൂമും അടുത്തടുത്താണെങ്കിൽ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഡൈനിങ്ങും അതും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കും. അതുകൊണ്ട് അവിടെ നന്നായിട്ട് സ്പേസ് തോന്നും. ഇവിടെ ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചണും ഡൈനിങ്ങും സ്റ്റെയറും ഒരുമിച്ചൊരു ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ഒരുപാട് സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ടിപ്സ് ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടാ. നമ്മുടെ സ്റ്റെയർ ഏരിയയുടെ സീലിംഗില് ഇതുപോലെ സ്ക്വയർ ഡിസൈൻ ആയിട്ട് ജിപ്സം ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അതൊരു വാം ലൈറ്റ് ആയിട്ടുള്ളതായിട്ട് കൊടുത്തേക്കണേ. വീടൊക്കെ നല്ല ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോട്ടാ. ഇത് പ്രശാന്തന്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. വാൾപേപ്പർ ഇതുപോലെ കൊടുത്തിട്ട് അതിനൊരു ഫ്രെയിം കൊടുക്കുക. കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോ ഫ്രെയിം ആയിട്ട് തന്നെയാണല്ലോ തോന്നുള്ളൂ. അപ്പൊ ഇത് ഇവിടെയും നമ്മുടെ സ്റ്റെയറിന്റെ മോൾ ഭാഗത്തും റൂമുകളിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. അപ്പൊ നമ്മൾ താഴത്തെ ഫ്ലോറും മൊത്തത്തിൽ കണ്ടു. ഇനി നമുക്ക് മുകളിലത്തെ ഫ്ലോർ കാണാം. പിന്നെ സ്റ്റെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വുഡൻ അല്ലാട്ടാ. ഇത് വുഡൻ ഡിസൈനിൽ വരുന്ന പെയിന്റ് അടിച്ചിരിക്കുകയാണ്. പിന്നെ താഴെയാണെങ്കിലും നമ്മൾ വുഡൻ ടൈലുകൾ കൊടുത്തിരിക്കുകയാണ്. ഈ വുഡൻ ടൈലുകൾ നമ്മൾ സ്റ്റെയറിൽ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ മുകളിൽ നിന്ന് കാണാനായിട്ട്. അതുപോലെ ഈ ഒരു വിൻഡോ നമ്മൾ ഫുൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കർട്ടൻസും നമ്മൾ ഡബിൾ കർട്ടൻ ആയിട്ട് ഫുൾ ഹൈറ്റിൽ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വാളില് നമ്മൾ ആ റൂമുകളിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒരു വാൾ പിക്ചർ കൊടുത്തിട്ട് അതൊരു ഫ്രെയിം ആക്കി നല്ലൊരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. ചെടികളും കൂടെ തന്നെ ചെടികളും കുറെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് മുകളിൽ നിന്ന് ആ സ്റ്റെയറിലേക്കുള്ള വ്യൂ ഒന്ന് കണ്ടാലോ.
താഴെ നിന്ന് കാണുന്ന പോലെയല്ല, മുകളിൽ നിന്ന് ഈ സ്റ്റെയർ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടാ. ആ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആ വുഡൻ കളറിൽ വരുന്ന ടൈലുകൾ തന്നെയാണ് കേട്ടാ. ഒറിജിനൽ വുഡ് ആണെന്ന് നമ്മളെ തോന്നിപ്പിക്കും അത്. മുകളിലത്തെ നിലയില് നമുക്ക് വരുന്നത് 2 റൂമുകളാണ്. പിന്നെ ഇങ്ങനെ ഒരു ലിവിംഗ് സ്പേസും ബാൽക്കണിയും ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടാലോ. അപ്പൊ നമുക്ക് മുകളിലത്തെ ആദ്യത്തെ റൂം ഒന്ന് കാണാം. കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് വാഷ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ്റൂം ഒരു സാധാരണ ഒരു മിനിമൽ വാഷ്റൂമാണ്. താഴത്തെ റൂമുകളുടെ അതേ സൈസിലും അതിന്റെ തൊട്ട് മുകളിലായിട്ട് തന്നെയാണ് ഇവിടത്തെ റൂമുകളും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈസിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ബെഡ് കോട്ട്, 2 സൈഡില് സൈഡ് ടേബിൾ എല്ലാം സെയിം തന്നെയാണ്. പിന്നെ കളേഴ്സ് മാത്രമാണ്, ഈ ഒരു വാളിന്റെ ടെക്സ്ചർ പെയിന്റും സെയിം ആണ്, കളേഴ്സ് മാത്രം ഡിഫറൻസ് ആണ്. പിന്നെ ഇവിടെ ലൈറ്റുകൾ ഇതുപോലെ ഒരു വാം ലൈറ്റും കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ സിലിണ്ടറിക്കൽ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിലാണെങ്കിൽ സീലിംഗില് ചെറിയ രീതിയിലുള്ള ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. താഴത്തെ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതിന്റെ 2 സൈഡിലായിട്ട് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാള് ഫുള്ളായിട്ട് നമ്മൾ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. മെറ്റീരിയൽ ഒക്കെ താഴെ പറഞ്ഞ അതേ സെയിം തന്നെയാണ് കേട്ടാ. പിന്നെ അത് കണ്ടിന്യൂഷൻ ആയിട്ട് വരുമ്പോൾ ഇവിടെ ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയ്ക്കൊക്കെയാണ് ഈ റൂമിന്റെ സ്പെഷ്യാലിറ്റി വരുന്നത് കേട്ടാ. നമ്മുടെ അടുത്ത റൂം വരുന്നത് ഇതാണ്. ഇതും താഴത്തെ റൂമിന്റെ മുകളിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വാർഡ്രോബ് ഏരിയ വേറെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു വാക്കിംഗ് വാർഡ്രോബ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കളർ ഒരു ഗ്രീൻ തീമാണ് കേട്ടോ ഇവർ പിടിച്ചിരിക്കുന്ന ഈ ഒരു റൂമിന്. ഈ ഒരു വാള് ഫുള്ള് വാർഡ്രോബ്, ഇപ്പുറത്ത് മിറർ യൂണിറ്റ്, അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാഷ്റൂം തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് കേട്ടോ. ബെഡ്റൂം കംപ്ലീറ്റ്ലി ഒരു ഗ്രീൻ തീമിലാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു സൈഡിലാണ് കേട്ടോ സൈഡ് ടേബിൾ കൊടുത്തിരിക്കുന്നത്. അപ്പുറത്ത് ഡോർ വരുന്നതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു വാള് ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ് സ്ലൈഡിങ് ഡോറുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കർട്ടൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തായിട്ട് ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതിന് കബോർഡൊന്നും വരുന്നില്ല. ഈ റൂമിലത്തെ കബോർഡ് മൊത്തം വാക്കിംഗ് വാർഡ്രോബിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ജസ്റ്റ് തുറന്ന് ഇപ്പുറത്തെ ബാൽക്കണി ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ബാൽക്കണി വരുന്നത് കേട്ടാ. ബ്ലാക്ക് കളറിലുള്ള കരിങ്കല്ലിന്റെ ക്ലാഡിംഗ് സ്റ്റോണുകളാണ്. താഴെ നിന്ന് വരുന്ന ആ വ്യൂവില് എടുത്ത് കാണിക്കുന്ന ഒരു ഐറ്റം ഇതാണ് കേട്ടാ. പിന്നെ താഴെ വന്നിരിക്കുന്നത് മരത്തിന്റെ ഡിസൈനിൽ വരുന്ന വുഡൻ ടൈലുകളാണ് കേട്ടാ. പിന്നെ കുറച്ച് ചെടിയൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്ലോറിൽ വരുന്നത് ഒരു ലിവിംഗ് റൂമും കൂടിയാണ്. അവിടെ ഒരു ആട്ടുകട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അത് കാണാൻ പറ്റും. ഇതാണ് മുകളിലത്തെ ലിവിംഗ് സ്പേസ് വരുന്നത്. ഇവിടെ കംപ്ലീറ്റ്ലി വുഡൻ ആയിട്ടുള്ള ഒരു ആട്ടുകട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു TV യൂണിറ്റ് ഒക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ ജസ്റ്റ് അതിന്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വൃത്തികേടില്ലാത്ത രീതിയിൽ ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് മുകളിലത്തെ ലിവിംഗ് ഏരിയ വരുന്നത്. പിന്നെ മുകളിലായിട്ട് ഇതാ റൗണ്ട് ഡിസൈനിൽ നമ്മൾ ജിപ്സം സീലിംഗും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ.
ഇവിടെ നിന്നും പുറത്തോട്ട് നമുക്കൊരു ആക്സസ് ഉണ്ട്, ചെറിയൊരു ബാൽക്കണി ഉണ്ട്. നമുക്കതൊന്ന് കാണാം. ആ റൂമിന്റെ ബാൽക്കണി കണ്ടതുപോലെ തന്നെ ഇവിടെയും വുഡൻ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ വരുന്നത്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ഗൃഹനാഥയ്ക്ക് എന്താ പറയാനുള്ളത് നോക്കാം. പ്ലാൻ നമ്മൾ ആദ്യം വരച്ചു കഴിഞ്ഞപ്പോ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവുമെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അതിന്റെ 3D മോഡലും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പോകെ അതിന്റെ ഓരോ പ്രോഗ്രസ് സ്റ്റേജിലും അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നല്ല രീതിയിൽ ആയി എന്നുള്ളത് നമ്മുടെ ഓരോ സ്റ്റേജിലും നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതിന്റെ ആ ഒരു ലുക്ക് നമുക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എൻ്റെ ഒരു എല്ലാ കാര്യങ്ങളും റൂം വൈസ് ആയിട്ടാണെങ്കിലും, പൂജ റൂമാണെങ്കിലും, കിച്ചൺ വൈസ് ആണെങ്കിലും, ബാത്റൂം ആണെങ്കിലും, ഇന്റീരിയറിൻ്റെ ഓരോ കാര്യങ്ങളും, ഈവൻ ലാൻഡ്സ്കേപ്പ് അടക്കം ആളുടെ ഒരു സജഷനും ആളുടെ ഒരു കയ്യിലും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എന്ത് കാര്യമായാലും ഇന്റീരിയറിൻ്റെ ആയാലും ഓരോ ഈച്ച് ആൻഡ് എവരി വൺ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ അത്രയും അടുപ്പാണ്, പക്ഷെ ആ ഒരു അടുപ്പത്തിൻ്റെ പേരിൽ മാത്രമല്ല നമ്മൾ ഈ ഒരു വർക്ക് കൊടുത്തത്. കാരണം ചേട്ടൻ പണിത വർക്കുകൾ കണ്ടിട്ടാണ്. പക്ഷെ അതൊക്കെ കണ്ടിട്ടും ഇപ്പം നമ്മുടെ വീട് കാണുമ്പോൾ അതിനേക്കാൾ ഒരു 1000 മടങ്ങ് ഞങ്ങൾ ഹാപ്പിയാണ്. ഇത് എന്താ പറയുക, പ്രതീക്ഷിച്ചാലും ഉപരിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ശരിക്കും നല്ല ഹാപ്പിയാണ്. അശ്വതിക്ക് സൂരജിന് വേണ്ടി 4 ബെഡ്റൂമോട് കൂടിയ ഒരു വീടാണ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. സ്വസ്തി ഹോംസ് ഫോൺ നമ്പർ താഴ്ത്തി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റ് ഏതാണെങ്കിലും ആ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഇൻറ്റീരിയറും ലാൻഡ്സ്കേപ്പിംഗ് അടക്കം നല്ല രീതിയിൽ പണി കഴിപ്പിച്ച് തരുന്നതായിരിക്കും. കേരളത്തിനുള്ളിൽ ഏകദേശം തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിൽ എന്തായാലും പണി ചെയ്യുന്നതായിരിക്കും.